ഹായ്, ഇന്നത്തെ നമ്മുടെ ക്വിസ് ടോപ്പിക് വിവിധോദ്ദേശ പദ്ധതികൾ. ഇന്ത്യയിലെ വിവിധോദ്ദേശ പദ്ധതികളും ഇന്ത്യയിലെ വന്യജീവി സങ്കേതങ്ങൾ അഥവാ നാഷണൽ പാർക്കുമാണ് നമ്മുടെ ടോപ്പിക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള കേന്ദ്രഭരണ പ്രദേശം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം. ബക്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകം ഏത്? ബക്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകത്തിന്റെ പേരെന്താണ്? ബക്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകമാണ് ഗോവിന്ദ് സാഗർ തടാകം. ബക്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകമാണ് ഗോവിന്ദ് സാഗർ. കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവ് ഏത്? കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവ് ഏത്? കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന്. കടലുണ്ടി വള്ളിക്കുന്നാണ് കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവ്. ഇന്ത്യയിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം എത്ര? ഇന്ത്യയിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം എത്ര? ഇന്ത്യയിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം 50 ആണ്. 50 ടൈഗർ റിസർവുകളാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ലഡാക്കിലുള്ള ഹെമിസ്. ഹെമിസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേരെന്ത്? ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര് എന്താണ്? ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേരാണ് രാജസ്ഥാൻ കനാൽ. രാജസ്ഥാൻ കനാലാണ് ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട് ഏത്? ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ് ബക്രാനങ്കൽ അണക്കെട്ട്. ബക്രാനങ്കൽ അണക്കെട്ടാണ് ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബട്ടർഫ്ലൈ പാർക്കിന്റെ പേരെന്ത്? ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഏത്? ആ ബട്ടർഫ്ലൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിൽ ആണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്, ബണാർഘട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്കാണ് ബണാർഘട്ട്. ബണാർഘട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യയിലെ വനശാസ്ത്രത്തിന്റെ പിതാവാണ് ഡിട്രിച്ച് ബാൻഡ്രിച്ച്. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവാണ് ഡിട്രിച്ച് ബാൻഡ്രിച്ച്.
ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം ഏത്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം ആണ് ബക്ര അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം ആണ് ബക്ര അണക്കെട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം ആണ് ബക്ര അണക്കെട്ട്. സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. ഗോവയിലാണ് സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനത്തിന്റെ പേരെന്ത്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് സൗത്ത് ബട്ടൻ ദേശീയോദ്യാനം. സൗത്ത് ബട്ടൻ ദേശീയോദ്യാനമാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഇന്ത്യയിൽ കാട്ടുകഴുതകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വന്യജീവി സങ്കേതം ഏത്? ഇന്ത്യയിൽ കാട്ടുകഴുതകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ഇന്ത്യയിൽ കാട്ടുകഴുതകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വന്യജീവി സങ്കേതമാണ് ഇന്ത്യൻ വൈൽഡ് ആസ് ദേശീയോദ്യാനം. ഇന്ത്യൻ വൈൽഡ് ആസ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിൽ കാട്ടുകഴുതകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വന്യജീവി സങ്കേതം. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏത്? വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏത്? വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് തഡോബ ദേശീയോദ്യാനം. തഡോബ ദേശീയോദ്യാനമാണ് വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം. വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ബീഹാറിലാണ് വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്നത് കല്ലേൽ പൊക്കുടന്റെ ആത്മകഥയാണ്. കല്ലേൽ പൊക്കുടന്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. റോയൽ ബംഗാൾ കടുവകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ഏത്? റോയൽ ബംഗാൾ കടുവകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? റോയൽ ബംഗാൾ കടുവകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനമാണ് മനാസ് ദേശീയോദ്യാനം. മനാസ് ദേശീയോദ്യാനത്തിലാണ് റോയൽ ബംഗാൾ കടുവകളെ സംരക്ഷിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പ്രൊജക്ട് ടൈഗർ നടപ്പിലാക്കിയത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായി പ്രൊജക്ട് ടൈഗർ നടപ്പിലാക്കിയത് എവിടെയാണ്?
ഇന്ത്യയിൽ ആദ്യമായി പ്രൊജക്ട് ടൈഗർ നടപ്പിലാക്കിയത് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രൊജക്ട് ടൈഗർ നടപ്പിലാക്കിയത്. അമേരിക്കയിലെ ടെന്നീസ് വാലി പദ്ധതിയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പദ്ധതി ഏത്? അമേരിക്കയിലെ ടെന്നീസ് വാലി പദ്ധതിയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പദ്ധതി ഏതാണ്? അമേരിക്കയിലെ ടെന്നീസ് വാലി പദ്ധതിയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പദ്ധതിയാണ് ദാമോദർ വാലി. ദാമോദർ വാലിയാണ് അമേരിക്കയിലെ ടെന്നീസ് വാലി പദ്ധതിയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പദ്ധതി. വനമഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? വനമഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വനമഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് KM മുൻഷി. KM മുൻഷിയാണ് വനമഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. വനവിസ്തൃതി ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത്? വനവിസ്തൃതി ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? വനവിസ്തൃതി ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ദാമൻ ദിയു. ദാമൻ ദിയുവാണ് വനവിസ്തൃതി ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. മിസോറാമാണ് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവാണ് നാഗാർജുന സാഗർ. നാഗാർജുന സാഗറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവാണ് ഗ്യാൻ ഭാരതി. ഗ്യാൻ ഭാരതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനമാണ് മേഘാലയ. മേഘാലയയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ളത്. സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനം ഏത്? സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനം ഏതാണ്?
സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനമാണ് ഗിർ ദേശീയോദ്യാനം. ഗിർ ദേശീയോദ്യാനമാണ് സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനം. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി ഏതൊക്കെ? ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി ഏതൊക്കെയാണ്? ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി പദ്ധതി, ഗ്യാൻഡക് പദ്ധതി എന്നിവ. കോസി പദ്ധതി, ഗ്യാൻഡക് പദ്ധതി എന്നിവയാണ് ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതികൾ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് അത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ആ അണക്കെട്ട് ഏതാണ്? ആ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് മഹാനദി. മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വിസ് കോമ്പറ്റീഷൻ ഇവിടെ തീരുകയാണ്. ഒരു 2-3 കാര്യങ്ങളും കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇന്ത്യയിലെ ആകെ ടൈഗർ റിസർവുകളുടെ എണ്ണം നമ്മൾ 50 ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ മിക്സഡ് സൈറ്റാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. നോട്ട് ചെയ്യുക, ഇത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളതാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ മിക്സഡ് സൈറ്റാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഒന്നുകൂടി പറയാം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ മിക്സഡ് സൈറ്റാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. അന്താരാഷ്ട്ര കടുവാ ദിനമാണ് ജൂലൈ 29. അന്താരാഷ്ട്ര കടുവാ ദിനമാണ് ജൂലൈ 29. ജൂലൈ 29-നാണ് അന്താരാഷ്ട്ര കടുവാ ദിനം. പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാന കറണ്ട് അഫയേഴ്സ് കൂടിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ചിഹ്നം ലഭിച്ച കടുവ സംരക്ഷണ കേന്ദ്രമാണ് കൻഹ. മധ്യപ്രദേശിലെ കൻഹയാണ് ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ചിഹ്നം ലഭിച്ച കടുവ സംരക്ഷണ കേന്ദ്രം. നോട്ട് ചെയ്യാം. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ചിഹ്നം ലഭിച്ച കടുവ സംരക്ഷണ കേന്ദ്രമാണ് കൻഹ. മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന കൻഹയ്ക്കാണ് ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ചിഹ്നം ലഭിച്ചിട്ടുള്ളത്. എന്താണ് ഭാഗ്യചിഹ്നത്തിന്റെ പേരെന്താണ്? ബൂർസിംഗ് ദ ബരാസിംഹ. ബൂർസിംഗ് ദ ബരാസിംഹ എന്നാണ് ഭാഗ്യചിഹ്നത്തിന്റെ പേര്. നോട്ട് ചെയ്യുക, ബൂർസിംഗ് ദ ബരാസിംഹ. ബൂർസിംഗ് ദ ബരാസിംഹ എന്നാണ് ഭാഗ്യചിഹ്നത്തിന്റെ പേര്. ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം ടോട്ടൽ 127 ആണ്. ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 127 ആണ്. നോട്ട് ചെയ്യാം. ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം 127. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ചിഹ്നം ലഭിച്ച കടുവ സംരക്ഷണ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ കൻഹ. ബൂർസിംഗ് ദ ബരാസിംഹ എന്നാണ് ഭാഗ്യചിഹ്നത്തിന്റെ പേര്. ഇന്ത്യയിൽ ആകെ ടൈഗർ റിസർവുകളുടെ എണ്ണം 50 ആണെന്ന് പഠിച്ചു. 50ാമത്തെ ടൈഗർ റിസർവാണ് അരുണാചൽ പ്രദേശിലെ കാംലാങ് എന്ന് പഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര കടുവാ ദിനമാണ് ജൂലൈ 29. അന്താരാഷ്ട്ര കടുവാ ദിനമാണ് ജൂലൈ 29. പിന്നെ നമ്മൾ പഠിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് എന്ത്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ മിക്സഡ് സൈറ്റാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ മിക്സഡ് സൈറ്റ് കൂടിയാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. നോട്ട് ചെയ്യാം, നോട്ട് ചെയ്ത് പഠിക്കുക. ക്വിസ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക്